മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. നവീകരണ പ്രവൃത്തി നടത്തിയ പഴശ്ശി സ്മൃതി മന്ദിരത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 2-ന് നടക്കും. വൈകുന്നേരം 6 മണിക്ക് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. കിഫ്ബിയിൽ നിന്ന് 2.64 കോടി രൂപ ചെലവിട്ടാണ് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ പഴശ്ശി സ്മൃതി മന്ദിരം നവീകരിക്കുന്നത്. തലശ്ശേരി പൈതൃക ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. പഴശ്ശിയിൽ 2014-ലാണ് പഴശ്ശിരാജയുടെ കോവിലകം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് കൂത്തമ്പലത്തിന്റെ മാതൃകയിൽ സ്മൃതി മന്ദിരം പണിതത്. പിന്നീട് 2016-ൽ സ്മൃതി മന്ദിരത്തിൽ പഴശ്ശിരാജയുടെ വീട്ടുതടി കൊണ്ടുള്ള പ്രതിമയും സ്ഥാപിച്ചു. പഴശ്ശിരാജയുടെ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം ഉൾപ്പെടെ ഇവിടെ ചുമർചിത്രങ്ങളായി അവതരിപ്പിച്ചിട്ടുണ്ട്. നവീകരണത്തിന്റെ ഭാഗമായി ആംഫി തിയേറ്റർ, വിശ്രമ കേന്ദ്രം, കുട്ടികൾക്ക് കളിസ്ഥലം, ഭക്ഷണശാല എന്നിവയാണ് നിർമ്മിച്ചത്. KIIDC-യാണ് നവീകരണ പ്രവൃത്തിയുടെ പദ്ധതി രേഖ തയ്യാറാക്കിയത്. നഗരസഭ ഏറ്റെടുത്ത ടൂറിസം വകുപ്പിന് കൈമാറിയ സ്ഥലമാണിത്. ഉദ്ഘാടന ചടങ്ങിന്റെ സംഘാടക സമിതി യോഗം നഗരസഭാ ചെയർമാൻ N. ഷാജിദ് ഉദ്ഘാടനം ചെയ്തു. വിപുലീകരണത്തിന് ആവശ്യമായ ഫണ്ട് നമുക്ക് ലഭ്യമായി. ഏതാണ്ട് 2,40,00,000-ലധികം രൂപ ഈ സ്മൃതി മന്ദിരത്തിന്റെ വിപുലീകരണത്തിന് വേണ്ടി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കുകയുണ്ടായി. അപ്പോഴാണ് പുതിയൊരു പ്രശ്നം വന്നത്. ഇതിന്റെ വിപുലീകരണത്തിന് കൂടുതൽ സ്ഥലം ആവശ്യമാണ്. ആ സ്ഥലം നഗരസഭ ഏറ്റെടുത്തു കൊടുത്തു. ഒരു വലിയ ശ്രമമാണ് നടത്തേണ്ടി വന്നത്. സ്ഥലത്തിന്റെ ഉടമയുമായി ദീർഘനാളത്തെ ചർച്ചകൾ നടത്തി. വില നിശ്ചയിച്ചു തരിക എന്ന് പറഞ്ഞ സർക്കാരിൽ നിന്ന് വില നിശ്ചയിച്ചു കിട്ടാനുള്ള കാലതാമസം ഏതാണ്ട് 1 വർഷക്കാലം എടുത്തു ആ 20 സെന്റ് ഭൂമി നമ്മൾ ഏറ്റെടുക്കാൻ. അങ്ങനെ ഭൂമി ഏറ്റെടുത്തതിന് ശേഷം കരാറെടുത്തിട്ടുള്ള മലപ്പുറത്തുള്ള ഒരു ഏജൻസിയാണ്. അവർ വളരെ വേഗതയിൽ തന്നെ പണി ആരംഭിക്കേണ്ടത്. ഏതായാലും ഇപ്പോൾ അതിന്റെ പ്രവൃത്തി അവസാന ഘട്ടത്തിലാണ്. മട്ടന്നൂരും നഗരസഭയ്ക്ക് മാത്രമല്ല ഈ കണ്ണൂർ ജില്ലയ്ക്ക് തന്നെ അഭിമാനമാകുന്ന ഒരു സ്മൃതി മണ്ഡപം അല്ലെ സ്മാരകമായിട്ട് ഇത് മാറും. ആ രീതിയിലാണ് ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ വിപുലീകരണത്തിന്റെ ഘട്ടത്തിൽ ആലോചിച്ചത്. വൈസ് ചെയർപേഴ്സൺ O. പ്രീത അധ്യക്ഷത വഹിച്ചു. ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ DV പ്രഭാത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P. ശ്രീനാഥ്, VK സുഗതൻ, P. അനിത, മുൻ ചെയർമാൻ KT ചന്ദ്രൻ, NT ഗംഗാധരൻ, KP രമേശൻ, അണിയേരി അച്യുതൻ, മണാട് കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. 151 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ. കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ.